Hi friends, എല്ലാവർക്കും ശ്രീസ് PSC വേളിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന കമ്പനി ബോർഡ്, VFA, BOCO എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ പറഞ്ഞിരുന്നു നല്ല പല്ലുവേദന ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴും കുറവൊന്നുമില്ല, എന്നാലും നമ്മൾ ക്ലാസ് കളയുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് CPOയുടെ എക്സാം ഉണ്ടായിരുന്നല്ലോ അല്ലേ? എക്സാം ഏകദേശം കഴിയുന്ന ടൈമിലാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും കണ്ടില്ല, നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും 2025 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ജൂൺ മാസം വരെ എത്തിയായിരുന്നു. ആ ജൂൺ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ബാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, 2025 ജൂണിൽ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് എവിടെയാണ്? എന്താണ് 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ് കേട്ടോ. എവിടെയാണ്? ഗുജറാത്തിലാണെന്ന് അറിയാലോ, കച്ച്. ഗുജറാത്തിലെ കച്ചിലാണ് 2025 ജൂണിൽ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയതെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നായിരുന്നു അല്ലേ? അതിൽ വിജയികളായത് ഏത് ടീമായിരുന്നു? സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയാണ് 2025 ജൂണിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത്. എത്ര വർഷത്തിന് ശേഷമാണെന്ന് അറിയാമോ ദക്ഷിണാഫ്രിക്ക കിരീടം നേടിയത്? 27 വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഒന്നും കൂടെ ഓർത്ത് വെച്ചേക്കാം. 27 വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക കിരീടം ചൂടുന്നത്. ഓക്കെ, അപ്പോൾ 2025 ജൂണിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് സൗത്ത് ആഫ്രിക്കയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ എക്സർസൈസ് ശക്തി 2025 നടന്നത് എവിടെയാണ്? ഫ്രാൻസിലെ കാവലറി എന്ന സ്ഥലത്താണ്. എന്താണ്? ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായിട്ടുള്ള എക്സർസൈസ് ശക്തി. ഇപ്പൊ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനികാഭ്യാസമാണ്. അത് നടന്നത് എവിടെയാണ്? ഫ്രാൻസിലെ കാവലറിയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ ഇസ്രായേൽ ചാര സംഘടന ഏതാണ്? ചാര സംഘടന ഏതാണ്? മൊസാദ് ആണ്. മൊസാദ്. എന്താണ്? ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ ആരുടെയാണ്? ഇസ്രായേലിന്റെ ചാര സംഘടന ഏതാണ്? മൊസാദ് ആണ്. മൊസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരം. 2025 ജൂണിൽ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണ് ഡേവിഡ് ബെക്കാം. അപ്പൊ ഡേവിഡ് ബെക്കാമിനാണ് 2025 ജൂണില് എന്ത് പദവി? സർ പദവി ലഭിക്കുന്നത്. അദ്ദേഹം ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത നോക്കിക്കേ, കേരളത്തിലെ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ എന്ത് പാർക്കാണ്? സ്പേസ് പാർക്ക് നിലവിൽ വന്നത് തിരുവനന്തപുരം ടെക്സോ സിറ്റിയിലാണ്. എന്താണ്? തിരുവനന്തപുരം ടെക്സോ സിറ്റിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്പേസ് പാർക്ക് നിലവിൽ വന്നത്. അടുത്തത്, പാസ്പോർട്ട് സേവനങ്ങൾ പൗരന്മാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന സംവിധാനമുണ്ട്. അതിന്റെ പേരെന്താ? മൊബൈൽ പാസ്പോർട്ട് സേവാ പദ്ധതി. എന്താണ്? പാസ്പോർട്ട് സേവനങ്ങൾ പൗരന്മാരുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് മൊബൈൽ പാസ്പോർട്ട് സേവാ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജൂൺ 22. എന്താണ് ജൂൺ 22 പ്രത്യേകത? ലോക മഴക്കാട് ദിനമാണ്. ലോക മഴക്കാട് ദിനം എന്നറിയപ്പെടുന്നത് എന്നാണ്? ജൂൺ 22-നാണ് കേട്ടോ. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം. ഏത് മഴക്കാടുകളാണ്? ആമസോൺ മഴക്കാടുകളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടാണ്. അപ്പൊ ലോക മഴക്കാട് ദിനം എന്നാണ്? ജൂൺ 22-നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2025 സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏതാണ്? 2025 സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനമാണ് ഉലുവ ഇല. ഏതിലെയാണ്? ഉലുവയുടെ ഇലയാണ്. ഉലുവ ഇല കേട്ടോ. അപ്പോൾ 53-ാമതായിട്ടാണ് ഈ ഉലുവ ഇലയെ ഉൾപ്പെടുത്തിയത്. അതിന് മുന്നേ 52 വരെ വേറെ പല സാധനങ്ങളുമാണ് ഇതിനകത്ത് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത് സ്പൈസ് ബോർഡിന്റെ. ഈ പ്രാവശ്യം 53-ാമതായിട്ടാണ് നമ്മുടെ ഉലുവ ഇല ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഇന്ത്യയിൽ സബ്സിഡറി ആരംഭിച്ച ബ്രസീലിയൻ എയറോസ്പേസ് കമ്പനി ഏതാണ്? അടുത്തിടെ ഇന്ത്യയിൽ സബ്സിഡറി ആരംഭിച്ച ബ്രസീലിയൻ എയറോസ്പേസ് കമ്പനി ഏതാണ്? എംബ്രയർ എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ അടുത്തിടെ ഇന്ത്യയിൽ സബ്സിഡറി ആരംഭിച്ച ബ്രസീലിയൻ എയറോസ്പേസ് കമ്പനിയുടെ പേരെന്താണ്? എംബ്രയർ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്,
ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ച ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖല ഏതാണ്? ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ച ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖലയുടെ പേരാണ് സ്റ്റാർലിങ്ക്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് അല്ലെ സ്റ്റാർലിങ്ക്. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അടുത്തത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ 50ാമത് വാർഷികം ആചരിച്ചത് എന്താണെന്നറിയാമോ? പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ 50ാം വാർഷികം 2025 ആചരിച്ചത്. ഇത് ഫസ്റ്റ് ആയിട്ട്, അതായത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ഫസ്റ്റ് ലോകകപ്പ് ആദ്യമായിട്ട് നടന്നത് 1975 ജൂൺ 9. ഓക്കെ, ഫസ്റ്റ് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലായിരുന്നു മത്സരം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ സീസണിലെ മത്സരം ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലായിരുന്നു. എന്നായിരുന്നു? 1975 ജൂൺ 9. വിന്നർ ആയത് വെസ്റ്റ് ഇൻഡീസ് ആണ് കേട്ടോ. ആ സീസണിൽ വിന്നർ ആയത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. ഓക്കെ, 8 ടീമുകളാണ് ഇതിൽ പങ്കെടുത്തത്. ഓക്കെ, 8 ടീമുകളാണ് പങ്കെടുത്തത്. അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യ ഈ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നേടിയിട്ടുള്ളത് ഏതൊക്കെ വർഷങ്ങളിലാണെന്ന് അറിയാമോ? 1983, 2011 എന്നീ വർഷങ്ങളിലാണ്. 1983, 2011. ഓക്കെ, അതും കൂടെ ഓർത്ത് വെച്ചേക്കാം. അടുത്തതൊരു വിയോഗമാണ്. 2025 ജൂണിൽ അന്തരിച്ച ഒരു കനേഡിയൻ ബഹിരാകാശ സഞ്ചാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? മാർക്ക് ഗാർന്യൂ. ആരാണ് മാർക്ക് ഗാർന്യൂ? ഒരു കനേഡിയൻ ബഹിരാകാശ സഞ്ചാരിയാണ്. അദ്ദേഹം 2025 ജൂണിൽ അന്തരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താണ്? മാർക്ക് ഗാർന്യൂ ആണ്. ബഹിരാകാശ സഞ്ചാരിയാണ്, കനേഡിയൻ ബഹിരാകാശ സഞ്ചാരിയാണ്. അടുത്തത് ഈ സന്തോഷ് കുമാർ. പേര് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും. എന്താണ്? അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കിട്ടിയായിരുന്നു. എന്ത് പുരസ്കാരമാണ്? 18ാമത് മലയാറ്റൂർ പുരസ്കാരം അല്ലെ? എത്രാമതാണ്? 18ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഈ സന്തോഷ് കുമാറാണ്. 2025 ഓർക്കുക. അദ്ദേഹത്തിന്റെ നോവൽ ഏതായിരുന്നു? തപോമയ്യയുടെ അച്ഛൻ അല്ലെ? തപോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025 18ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിക്കുന്നത്. ആർക്കാണ്? ഈ സന്തോഷ് കുമാറിനാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി ഏതാണ്? നടുപ്പതിയാണ്. എന്താണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി ഏതാണ്? നടുപ്പതിയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. നടുപ്പതി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കാം. നടുപ്പതിയാണ്. അപ്പൊ ആദ്യം മുതൽ ഒന്നുകൂടെ നോക്കാം. 2025 ജൂണില് 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ചിലാണ്. 2025 ജൂണിൽ ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഏത് ടീമാ? സൗത്ത് ആഫ്രിക്കയാണ്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ ഒരു വിജയ കിരീടം ചൂടുന്നത്. ദെൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഏതെന്ന് പറയുന്നത്? എക്സർസൈസ് ശക്തി എന്ന് പറയുന്നത്. അത് 2025 നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഫ്രാൻസിലെ കാവലറിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിൽ നുഴഞ്ഞു കയറിയ ഇസ്രായേൽ ചാര സംഘടനയുടെ പേരെന്താ? മൊസാദ് എന്നാണ്. 2025 ജൂണിലെ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരമാരായിരുന്നു? ഡേവിഡ് ബെക്കാം ആണ്. ദെൻ കേരളത്തിലെ ആദ്യ സ്പേസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാ? തിരുവനന്തപുരം ടെക്സോ സിറ്റിയിലാണ്. ദെൻ പാസ്പോർട്ട് സേവനങ്ങൾ പൗരന്മാരുടെ വീട്ടുവഴിയിൽ എത്തിക്കുക എന്നൊരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അതിന്റെ പേരെന്താ? മൊബൈൽ പാസ്പോർട്ട് സേവാ പദ്ധതി എന്നാണ്. ദെൻ ലോക മഴക്കാട് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 22. ദെൻ 2025 സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ സ്പൈസസ് ബോർഡ് ഉൾപ്പെടുത്തിയ ഇനം ഏതാണ്? ഉലുവ ഇലയാണ്. ദെൻ അടുത്തിടെ ഇന്ത്യയിലെ സബ്സിഡറി ആരംഭിച്ച ബ്രസീലിയൻ എയറോസ്പേസ് കമ്പനിയാണ് എംബ്രയർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ച ഇന്റർനെറ്റ് ഉപഗ്രഹ ശൃംഖലയുടെ പേരാണ് സ്റ്റാർലിങ്ക് എന്ന് പറയുന്നത്. ദെൻ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ എത്രാമത് വാർഷികമാണ്? 50ാം വാർഷികം ഏത് വർഷം? 2025 ആഘോഷിച്ചു. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യം തുടങ്ങുന്നത് 1975 ജൂൺ 9. ഫസ്റ്റ് മത്സരം കളിച്ചത് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലായിരുന്നു. ആ സീസണിലെ വിന്നർ ആയത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു. 8 ടീമുകൾ പങ്കെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തത് 2025 ജൂണിൽ അന്തരിച്ച കനേഡിയൻ ബഹിരാകാശ സഞ്ചാരിയാണ് മാർക്ക് ഗാർന്യൂ എന്ന് പറയുന്നത്. ദെൻ 18ാമത് മലയാറ്റൂർ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരനാണ് ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിന് ഏത് നോവലിനാണ് കിട്ടിയത്? തപോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ്. ദെൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനിയായിട്ട് സെലക്ട് ചെയ്തത് ഏതിനെയാണ്? നടുപ്പതി എന്ന കോളനിയാണ്. ഓക്കെ, അപ്പൊ അത്രയും ഓർത്ത് വെച്ചേക്കുക.
അപ്പോൾ എല്ലാവരും കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് പഠിക്കുക. എന്താണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.